ഹായ്, ഇന്ന് നമുക്ക് നമ്മളെ വീടിന് പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ. ഞാന് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ട? ഇതാണ് തക്കാളി, വഴുതന, പിന്നെ പച്ചമുളക് കേട്ടാ. ഇങ്ങനെ ഇതെന്ത് പൂവെന്നറിയാവോ നിങ്ങൾക്ക്? ഒരെണ്ണം എടുത്ത് കാണിച്ചേരേ. കാണാൻ നല്ല മൊഞ്ചൊക്കെ തന്നെയാട്ടാ. പക്ഷെ അതിൽ കൂടുതലായി നിക്കുന്നേരം നമുക്ക് അടിച്ചാലൊന്നും പോവൂല. അപ്പൊ ഇങ്ങനെ കുഴിച്ചിട്ടതാണ് കേട്ടാ. ഇവിടെ ഒരു കദളിന്റെ കൊല ഉണ്ടായിട്ട്. പിന്നെ മക്കള് അവിടുന്ന് ഫുട്ബോളെല്ലാം കളിക്കുന്നുണ്ട് അപ്പുറത്തെ ഗ്രൗണ്ടിൽ നിന്ന് കേട്ടോ. ഇതെന്റെ കുഞ്ഞു കറിവേപ്പില മരാണ്. പിന്നെ കുറച്ച് ഗാർഡൻ ഉണ്ട്. കുറച്ചൊരു എന്താ പറയാ, ഫുള്ളായിട്ട് അതുമൊക്കെ അങ്ങ് തിരിഞ്ഞിക്കില്ല. ഞാന് ചെറുമാതിരി കുഞ്ഞു ഗാർഡന് കൊറേ വെട്ടിക്കളഞ്ഞതാണ്. ഈത്തപ്പഴത്തിന്റെ കണ്ടോ, എത്ര പറിച്ചിട്ടാലും പോവാണ്ട്. നോക്കിയാ, ഇതിനിപ്പെടുന്ന് വലിച്ചാലും വരെ കിട്ടുന്നില്ല കേട്ടോ. എന്താ ചെയ്യാന്നറിയില്ല, കളച്ചിട്ടേറ്റ എടുക്കേണ്ടി വരും. ഇത് നന്ന വലുതായിട്ടുണ്ടായ ഒരു ചെമ്പരത്തിയാണ്. പെട്ടെന്ന് എന്തോ ആയിപ്പോയി. ഇത് മീഷോന്ന് സെലക്ട് ചെയ്തതാണ് ഞാൻ കേട്ടോ. ഇത് വന്നിട്ട് ഒരു മഞ്ഞ ചെമ്പരത്തിയാണേ. ഇവിടെ തന്നെ പൊടിച്ചുണ്ടാകുന്നതാണ് നാരങ്ങ തൈ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. കുറെ പറിച്ചിട്ടാലും വീണ്ടും വരും. ഇതെല്ലാം തന്നെ പൊടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. ഇതുമ്പോ നല്ല നല്ല രസമുള്ള റോസ് പൂവ് ഉണ്ടാവും. നല്ല വേറെ വെറൈറ്റി ഒരു കളറാണ്. ഇത് ഇന്നലെ കുഴിച്ചിട്ട കേട്ടോ. ഇന്നലെ കുഴിച്ചിട്ടാണത്. എനിക്ക് ഇഷ്ടമായി ഈ ചെടി കേട്ടോ. പൂവൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആകുന്നത് കാണുമ്പോ ഭയങ്കര രസാണ്. ഇപ്പൊ ഒരു ഇളം പച്ച കളറും കടും പച്ചയും ഇത് കാണുന്നില്ലേ? ഇങ്ങനെ അങ്ങ് വരുമ്പോ അതെന്ത് രസാന്നറിയാവാ. വേറൊരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. ഇത് ആപ്പിൾ ചാമ്പക്കയാണ് കേട്ടോ. അതില് ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോ കായ് ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇവിടുന്ന് കാണുന്നുണ്ടോന്ന് അറിയില്ല. സൂം ചെയ്താ കാണോളി. ഇതവിടെ എല്ലാം ഉണ്ട് കേട്ടാ. അതാ കാണുന്നില്ലേ? ഇത് ഇനി വിടർന്ന് വലിയ പൂവായിട്ട് അങ്ങനെ വലിയ പച്ച ആപ്പിളില്ലേ, അതിന്റെ സെയിം ടേസ്റ്റ്. ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോ 2ാം പ്രാവശ്യം കായ്ക്കുന്നേ. പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് ഞാനും മക്കളും കഴിച്ചിട്ട് നല്ല ഉണ്ടച്ചിട്ട് വന്നിനേനു. ഭയങ്കര ടേസ്റ്റ്. നമ്മള് ടേസ്റ്റ് കൂടുതൽ എന്ന് വെച്ചാല് പീടിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് എന്താണെന്നറിയോ, നമ്മള് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കുമ്പോ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പൊ പുറത്ത് പോയിട്ട് ഇനി പച്ച ആപ്പിളൊന്നും വാങ്ങണ്ട. എൻ്റെ വീട്ടിലുണ്ട് ആപ്പിൾ ചാമ്പക്ക. സെയിം പച്ച ആപ്പിളിനോട് സാമ്യം നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതൊക്കെ ഇന്നലെ ഞാൻ കൊത്തിക്കളഞ്ഞതാണ് കേട്ടോ. അണ്ണാച്ചിനെ വിളിച്ചിട്ട് ഇതെല്ലാം കൊത്തിച്ചതാണ്. ഇവിടെ ഫുൾ കാടേനുവേ. എന്നിട്ടെല്ലാം കൊത്തിച്ചത്. ഒരുപാട് സ്റ്റാർ ഫ്രൂട്ടും എല്ലാം ഉണ്ട്. മുറ്റം ഫുള്ള് ബടക്കായി വരും. അന്നേരം ഞാൻ കുറേ കൊത്തിച്ച് കളഞ്ഞതാണ്. പിന്നെ കുറേ നമ്മളെ ഇതില്ലേ പേരക്ക തൈകൾ കുഴിച്ചിട്ട് മാവെല്ലാം കുഴിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാല് ബ്ലാക്ക് ബെറി ആണ് കേട്ടോ. ബ്ലാക്ക് ബെറി ആണ്. അത് അപ്പുറം ഉണ്ട്. ബ്ലാക്ക് ബെറി എല്ലാം അപ്പുറം ഉണ്ട്. ഒരു കറുമൂസമരം ഉണ്ടായിട്ട് ഇത്ര വണ്ണത്തിൽ വന്നിക്കെ പൂവുണ്ടായിട്ട് കായ് ഉണ്ടാകുന്നില്ല. പടി ഞാൻ എന്നോട് അപ്പുറത്തെ ഇത്ത പറഞ്ഞു, മോളെ പതുക്കെ നീ എന്താക്ക നടുക്ക് മുറിച്ച് കള, പിന്നെ അതങ്ങ് ലെവലായി വരുന്നു. ഇതൊക്കെയാ ഇപ്പൊ നോക്കുമ്പോ ഇതില് പൂവുണ്ടായിക്കേ കർമൂസായി വരുമെന്ന് പടച്ചവനറിയാം.
ഇത് പെട്ടെന്ന് കായ്ക്കുന്നും പറഞ്ഞിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ടുള്ള എൻ്റെ മാവ് മരമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ വേഗത്തിൽ മാങ്ങ എല്ലാം ഉണ്ടായിട്ട് കഴിക്കാൻ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ബ്ലാക്ക്ബെറി ഇവിടെയും ഉണ്ട്. പിന്നെ ഈ വള്ളി എന്തിൻ്റെന്ന് അറിയാവാ? ഇതാണ് മറ്റേ ഇതില്ലേ പാഷൻ ഫ്രൂട്ടിൻ്റെ തന്നെ പൊടിച്ച എൻ്റെ ഒരു പൂവാണിത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുറത്തുള്ള എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇനി എൻ്റെ ഈ ഒരു പച്ചമുളക്, തക്കാളി, വഴുതന എല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമില്ലേ, നല്ല രസമില്ലേ ഇങ്ങനെ വന്നിട്ട് കുഴിച്ചിട്ടത്. അത് വന്ന് ഇനി പൂവും കായും എല്ലാം ആയിട്ട് വരുന്നേരം അതെന്തൊരു രസമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു